ഇനി നമ്മൾ കൊച്ചിയിലും ഈ വിഷുവാഘോഷം അത് ഗംഭീരമായി തന്നെ നടക്കുകയാണ്. അവിടെ ചിറ്റൂരപ്പൻ എന്ന് പറയുന്ന ചിറ്റൂരിലെ ക്ഷേത്രത്തിൽ നിന്ന് ഡാനി പോൾ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇനി. മലയാളി ഗൃഹാതുരത്വത്തോടെ ചേർന്ന് വയ്ക്കുന്ന ആഘോഷങ്ങളിൽ ഒന്നുകൂടിയാണ് വിഷു ദിവസം വലിയ രീതിയിലേക്ക് ക്ഷേത്രങ്ങളിലുള്ള തിരക്ക് രാവിലെ മുതൽ അനുഭവപ്പെടുന്നു. ഇന്ന് ഒരു കാർഷിക ആരംഭത്തിൻ്റെ ദിവസം, അങ്ങനെയുള്ള സമൃദ്ധിയുടെ ഒരു കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയായതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു ചടങ്ങുകളുടെ തുടക്കം തന്നെയായിരുന്നു ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. വിഷു സമൃദ്ധമായ കണി കണ്ട് ഉണർന്ന വിഷുക്കണി ഒരുക്കി, വീടുകളിൽ വിഷുക്കണി ഒരുക്കി അത് കണ്ടുണർന്ന് പിന്നീട് കുട്ടികൾക്കും താഴെയുള്ളവർക്കെല്ലാം വിഷുക്കൈ നീട്ടം നൽകിക്കൊണ്ട് അതിൻ്റെ ആ ദിവസങ്ങളുടെ ഒരു ധന്യതയിലേക്ക് കടന്നു പോകുകയാണ് വിഷു ആഘോഷങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ക്ഷേത്രങ്ങളിൽ, പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ പുലർച്ചെ മുതൽ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഈ രീതിയിൽ ഭക്തർ, വിശ്വാസികൾ ക്ഷേത്രങ്ങളിലേക്ക് എത്തുന്നു. പിന്നീട് വിഷു സദ്യ ഒരുക്കി വീടുകളിൽ വിഭവസമൃദ്ധമായ രീതിയിൽ വിഷു സദ്യയെല്ലാം ഒരുക്കിക്കൊണ്ട് ഈ ദിവസം ഒരു കൂട്ടിച്ചേരലിൻ്റെ കൂടി ഒരു പകിട്ടാണ് ഈ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. കൈനീട്ടമൊക്കെ കിട്ടിയോ? ആണോ? ആരെ കൈനീട്ടൊക്കെ തന്നെ ആണോ? കണിയൊക്കെ കണ്ടോ വീട്ടില്? ഇഷ്ടമായോ? ഇഷ്ടായി. പടക്കൊക്കെ പൊട്ടിച്ചോ? പടക്കം പൊട്ടിച്ച്. ഇനി എന്താ പരിപാടി? ഇനി രാത്രി പടക്കം പൊട്ടിക്കും. സദ്യയൊക്കെ ഉണ്ട്. ഇന്ന് രാവിലെ 4:30 മണിക്ക് ഭഗവാന്റെ മുന്നിൽ നമ്മൾ കണി വച്ചു. ആ സമയം മുതലേ ഇവിടെ നല്ല ഭക്തജന തിരക്കാണ്. ഇപ്പോഴും ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാനെ ദർശിക്കാനും അദ്ദേഹത്തിന് വേണ്ട നിവേദ്യങ്ങൾ സമർപ്പിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് പേര്, കുട്ടികളും അടക്കം ധാരാളം പേര് എത്തിക്കൊണ്ടിരിക്കുന്നു. വിശ്വാസം കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടെന്ന്, വീട്ടിലേക്ക് പോകാൻ പറ്റിയില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് അമ്പലത്തേക്ക് വന്നു. ഡ്യൂട്ടി ഉണ്ട്. ഇല്ല, ഇന്ന് പോകുന്നില്ല. ഇന്ന് ഡ്യൂട്ടിക്ക് കയറണം. കുഴപ്പമില്ലാതെ ആഘോഷിക്കണം. സദ്യ കഴിക്കണം. അങ്ങനെ തന്നെ. അതെ, ഡ്യൂട്ടികളുണ്ട്. കഴിഞ്ഞു. ദൂരെയുള്ള കുടുംബാംഗങ്ങളെല്ലാം വീടുകളിലേക്ക് എത്തിക്കൊണ്ട് ഈ ദിവസത്തിൻ്റെ ഒരു ആഘോഷങ്ങളിലെല്ലാം തന്നെ പങ്കുചേർന്നുകൊണ്ടാണ് ഈ ദിവസം കടന്നു പോകുന്നത്. ക്ഷേത്രങ്ങളിലും പല ക്ഷേത്രങ്ങളിലും വിഷുക്കണി കാഴ്ചയൊരുക്കിയിരുന്നു. പുലർച്ചെ മുതൽ തന്നെ 3 മണിയോടുകൂടി തന്നെ ക്ഷേത്രങ്ങളിലേക്ക് എത്തിച്ചേരുകയും ഇവിടുത്തെ ഒരു പൂജാ ചടങ്ങുകളിലെല്ലാം തന്നെ പങ്കെടുത്തുകൊണ്ടാണ് ഓരോരുത്തരും കടന്നു പോകുന്നത്. എന്തായാലും വലിയ തിരക്ക് ക്ഷേത്രങ്ങളിൽ അനുഭവപ്പെടുന്നു. ഇതിൻ്റെ ഒരു ആഘോഷം, അതിൻ്റെ ഒരു പൊലിമ എല്ലാം തന്നെ വീടുകളിലേക്ക് എത്തുന്നത് അതിൻ്റെ ഈ ദിവസത്തിൻ്റെ ഒരു കൂടിച്ചേരലെല്ലാം തന്നെയാണ്. അത് എത്രത്തോളമുണ്ട് ഈ ദിവസത്തിൻ്റെ സന്തോഷമെന്നതെല്ലാം തന്നെ ഓരോരുത്തരുടെയും മുഖങ്ങളിൽ വളരെ തെളിഞ്ഞ് കാണാവുന്ന രീതിയിൽ തന്നെയാണ്. ക്ഷേത്രങ്ങളിലേക്ക് എത്തുന്ന വിശ്വാസികളെല്ലാം തന്നെയും ഈ ദിവസത്തിൻ്റെ ഒരു ആഘോഷം, അതിൻ്റെ ഒരു തെളിമ എല്ലാം തന്നെ പങ്കിടുന്നത് ആ ഒരു കൂടിച്ചേരലിൻ്റെ സന്തോഷമാണ്. അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തന്നെ വിവിധ ഇടങ്ങളിൽ നിന്ന് തന്നെ കുടുംബങ്ങളിലേക്കെല്ലാം തന്നെ ആളുകൾ എത്തിച്ചേരുന്നു. ആ ഒരു സന്തോഷം, അതിൻ്റെ ഒരു നിറവ് തന്നെയാണ് വിഷു ദിവസത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. വിഷുക്കണി ഒരുക്കിക്കൊണ്ട് പിന്നീട് വിഷുക്കൈ നീട്ടം നൽകിക്കൊണ്ട് സമൃദ്ധമായ രീതിയിലുള്ള വിഷുസദ്യ ഒരുക്കിക്കൊണ്ട് അങ്ങനെ ആഘോഷങ്ങൾ അതിൻ്റെ ഒരു പാരമ്യതയിലേക്കെല്ലാം തന്നെ നീങ്ങുന്നു. ഒത്തുചേരൽ, കൂടിച്ചേരൽ, ഇതെല്ലാം തന്നെയാണ് വിഷുവിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായെല്ലാം തന്നെ കാണുന്നത്. അതുകൊണ്ട് ഈ ഒരു ആഘോഷത്തിൻ്റെ തെളിമയിൽ നിന്നുകൊണ്ട് തന്നെയാണ് മലയാളി തൻ്റെ ഒരു കാർഷിക സമൃദ്ധിയുടെ ഒരു ആരംഭമെല്ലാമായിട്ട് കണക്കാക്കുന്ന വിഷുവിൻ്റെ ഒരു ആഘോഷങ്ങളിലൂടെ നടന്നു നീങ്ങുന്നത്. വലിയ തിരക്ക് ക്ഷേത്രങ്ങളിൽ അനുഭവപ്പെടുന്നു. പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഈ ഒരു തിരക്ക് തന്നെയാണ് എല്ലായിടത്തും തന്നെ കാണാൻ കഴിയുന്നത്. ഡാനിപ്പോളാണ് കൊച്ചിയിൽ നിന്ന് ചേർന്നത്. ഇനി കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.